ഒരു മോഷണത്തിൽ നിന്നാണ് റീവൈവലിന്റെ 4ാം എപ്പിസോഡ് തുടങ്ങുന്നത്. പ്രൊഫസർ വേമറുടെ വീട്ടിലെ മോഷണം. അയാളില്ലാത്ത തക്കത്തിന് രോഗിയെ ഭാര്യ നിത്യ മാത്രമുള്ള സമയത്ത് ഏതോ ഒരാൾ വന്നിട്ട് അവിടെ നിന്നൊരു പെൻഡ്രൈവ് എടുത്തുകൊണ്ട് പോവുകയാണ്. ആവശ്യമായ നിത്യയ്ക്ക് ഇയാൾ ഓടി പോകുന്നത് കണ്ട് പേടിക്കുക എന്നല്ലാതെ തടുക്കാനുള്ള ആവതില്ല. ഈ പെൻഡ്രൈവ് അയാൾ നേരെ കൊണ്ടുവയ്ക്കുന്നത് മീഡിയ റിപ്പോർട്ടറായ മെയ് ടൗവിൻ്റെ കാറിലും. ഇതെല്ലാം ചെയ്തിരിക്കുന്ന മിസ്റ്ററി മാൻ ഇതാണ്. തുടക്കത്തിൽ തന്നെ ദഹിപ്പിക്കാൻ കയറ്റിയ വഴിക്ക് ആ പ്രതിഭാസം സംഭവിച്ച് ക്രെമറ്റോറിയത്തിൽ നിന്നും ഇറങ്ങി ഓടിയ ആ ആൾക്ക് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട്. നമ്മുടെ മാർത്ത അന്ന് പാലത്തിൽ നിന്നപ്പോൾ ബ്ലെയിൻ വന്നിട്ടുള്ള ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഇക്കാര്യം അറിയിക്കാൻ റോഡിയുമൊത്ത് ഡാനയ്ക്കടുത്തേക്ക് എത്തുമ്പോൾ അനിയത്തിയുടെ പ്രൊഫസറുമായിട്ടുള്ള ബന്ധം നേരത്തെ തന്നെ അവരറിഞ്ഞിട്ടുണ്ട്. നെല്ലാസ് ബാറിനടുത്ത് വെച്ച് പേജർ ഉപേക്ഷിച്ച് റോഡിക്കൊപ്പം പോയപ്പോൾ നെല്ല ആ പേജർ കണ്ടെത്തി അത് ഡാനയ്ക്ക് കൈമാറിയതിലൂടെ ഫോണിലെ മെസ്സേജസ് വഴി ഇത് പൊക്കിയപ്പോൾ അതിൽ കടന്നൊന്നും നടന്നിട്ടില്ലെന്ന് കള്ളം പറയാനും പറ്റില്ല. മാർത്ത അന്ന് കണ്ടത് ആർലിനെ കത്തിച്ചതും റേഡിയോയിൽ സംസാരിച്ചതുമായ ബ്ലെയിൻ ആണെന്നുള്ള കാര്യം അറിയുന്നതോടെ ഡാന അവരോട് വീട്ടിൽ തന്നെ നിന്ന് കൂപ്പർ നോക്കാൻ നിർദ്ദേശിച്ച് പോകുമ്പോൾ അതനുസരിക്കാതെ പിറകെ അവരും പിന്തുടരുന്നു. നമ്മൾ മുമ്പ് കൊറിയത്തുള്ള കർമ്മയിൽ കണ്ട പോലെ കാറുകളൊക്കെ പൊളിക്കാനിട്ടിരിക്കുന്ന ഒരു വലിയ ഏരിയയിലാണ് ബ്ലെയിനും അയാളുടെ പിന്തുടർച്ചക്കാരും ഇപ്പോഴുള്ളത്. അവരുടെ താവളത്തിലേക്ക് ഡാന എത്തി തോക്കുമേന്തി നിൽക്കുന്ന കാവൽക്കാരോട് ബ്ലെയിനെ കാണണമെന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പിറകെ മാർത്തയും ഉണ്ടെന്ന് കണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് കണ്ണുരുട്ടുന്നതും ബ്ലെയിൻ എത്തുന്നു. അന്ന് റീവ്യൂവിൽ നടന്ന ഡിസംബർ 18 രാത്രി ബ്ലെയിൻ മാർത്തിക്ക് മുന്നിലെത്തി എന്നത് സത്യമാണ്. ആ സാഹചര്യത്തെക്കുറിച്ചുള്ള അയാളുടെ പക്ഷം എന്തെന്നാൽ കാറുകൾ വാടകയ്ക്ക് കൊടുക്കാറുള്ള അലോൺസോ ഗരാഷിൽ നിന്നും വിളിച്ചു പറഞ്ഞതുകൊണ്ടായിരുന്നു ആ സമയം അയാൾ അവിടേക്ക് പോയത്. ആ ഗരാഷിൽ നിന്ന് ആരോ വാടകയ്ക്കെടുത്ത കാർ ലെസ്റ്ററുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ട്രക്കിലെത്തിയതായിരുന്നു. ഈ ലെസ്റ്റർ എന്ന് പറയുന്നത് ആ വൃദ്ധനാണ്. മുമ്പ് കുതിര ചത്തുകിടന്ന കാര്യം ഡാനയെ വിളിച്ചറിയിച്ച ആൾ. വണ്ടി നോക്കാൻ വേണ്ടി ബ്ലെയിൻ ട്രക്ക് നിർത്തി ഇറങ്ങി നോക്കുന്നതിനിടയ്ക്കാണ് മാർത്തയെ പാലത്തിനടുത്ത് വെച്ച് കണ്ടത്. ആ സമയത്ത് അവളെ അവിടെ കണ്ടതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം കണ്ണെല്ലാം കലങ്ങി കിറിഞ്ചിരിക്കുന്നത് കണ്ടപ്പോഴേ അറിയായിരുന്നു ലഹരി ഉപയോഗിക്കാൻ എത്തിയതാണെന്ന്. മാർത്ത ഇതെല്ലാം കേട്ട് ബ്ലെയിനോട് കടുപ്പിച്ച് നിങ്ങൾ എന്താ അന്ന് എന്നോട് ചെയ്തതെന്ന് ചോദിക്കുന്നത് കണ്ട് ഡാൻ അടക്കാൻ ശ്രമിക്കവേ ബ്ലെയിനും ഇപ്പോൾ ഇവൾ റിവൈവറാണെന്ന് മനസ്സിലായി. ശേഷം പറയുന്ന ഒരു വിചിത്ര സംഭവം എന്നാൽ പിന്നീട് അയാൾ അവിടെ നിന്ന് പോയി കാറ് കണ്ടെത്തി ട്രക്കിൽ കൊളുത്തി തിരികെ ഗരാജിലേക്ക് എത്തിച്ചു. പക്ഷെ ആ സമയത്ത് മാർത്തയെ കണ്ട് നടക്കുന്നതിന് പിന്നാലെ ആ കാട്ടിനുള്ളിലായി വലിയൊരു സ്ഫോടനം നടന്നിരുന്നു. ഒരു നിമിഷം അവിടെ മൊത്തം കണ്ണഞ്ചിക്കുന്ന വെട്ടമടിച്ച ഒരു എക്സ്പ്ലോഷൻ. അത് നീയും കണ്ടതല്ലേ എന്ന് മാർത്തയോട് ചോദിച്ചെടുക്കുമ്പോൾ അവൾക്കതേക്കുറിച്ചൊന്നും ഓർമ്മ വരുന്നതേയില്ല. അധികം വൈകാതെ എല്ലാം ഒടുങ്ങുമെന്ന് മാർത്തയെ നോക്കി താക്കീത് നൽകുന്നതിന് പിറകെ ഡാന അയാളെ രൂക്ഷമായി നോക്കി പോകുമ്പോൾ ഈ ബ്ലെയിൻ നല്ല രീതിക്ക് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. എന്തായാലും റിവൈവേഴ്സിനെതിരെയാണ് ഇയാളുടെ നീക്കങ്ങൾ. റിവൈവർ അല്ല എന്ന് തെളിയിക്കാനായി സംഘത്തിൻ്റെ കൈകളിലെല്ലാം ഓരോ മുറിപ്പാടുകളും കാണാം. അങ്ങനെ ബ്ലെയിൻ്റെ മുന്നിലെ മറനീങ്ങി അയാൾക്ക് മാർത്തയുടെ മർഡറിൽ പങ്കില്ലെന്ന് വന്നപ്പോൾ പുതുതായി ലഭിച്ച 2 ക്ലൂ. കാട്ടിലെ നിമിഷനേരം കൊണ്ടൊടുങ്ങിയ വൻ സ്ഫോടനവും അവിടെ കാർ ഉപേക്ഷിച്ച് പോയ ഒരുവനും. ഗവർണറുടെ പുതിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടമായി റിവൈവേഴ്സിനെ കണ്ടെത്തി അവരുടെ ID കാർഡിൽ റിവൈവർ എന്ന് പഞ്ച് ചെയ്യുമ്പോൾ ഇവരെല്ലാം ഭയന്നു തുടങ്ങുന്ന സാധാ ജനങ്ങളും. റിവൈവർക്ക് അനുവാദം വരുന്ന കടകൾ ബോർഡൊക്കെ തൂക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നടക്കുന്ന വെയിൻ മാർത്തയെ റോഡിയുടെ താമസ സ്ഥലത്ത് വെച്ച് കണ്ടെത്തുമ്പോൾ വിളിച്ചാൽ എടുക്കാത്തതിനെക്കുറിച്ചും തിരിച്ചു വിളിക്കാത്തതിനെക്കുറിച്ചും പരാതിപ്പെട്ടിട്ട് മുമ്പ് ബാറിൽ വിളിച്ചു കിടന്ന അടിപിടിയെ ചൊല്ലി ശകാരിക്കുന്നു. കഷ്ടപ്പെട്ടാണ് ഒതുക്കി തീർത്തതെന്നും അവർ തിരിച്ചെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അടുത്ത പ്രശ്നമായിരുന്നെന്നെ അസ്ഥിയുടെ അവസ്ഥയെക്കുറിച്ചും വഴക്ക് പറഞ്ഞ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കുമല്ലേ എന്ന മൈൻഡിൽ റോഡി ചുമ്മാ 2 വിരട്ടി പോകുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ വെയിൻ വന്നപ്പോൾ സംഭവിച്ചത് റോഡിയുടെ ID മേടിച്ച് റിവൈവർ എന്ന് പഞ്ച് ചെയ്ത് പോയപ്പോൾ ആൾ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ മാർത്തയെ മരിച്ചു ജീവിച്ചതാണെന്ന്. കുട്ടികൾക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ വെറുതെ കളയുമോ? കൂപ്പർ ജോർദനുമൊത്ത് പിക്നിക് എന്ന പോലെ ഒരു കൊച്ചു ടെൻ്റൊക്കെ കെട്ടി റേഡിയോയിൽ പാട്ടും കേട്ട് കളിച്ചിരിക്കവേ വിചാരിക്കാത്ത നേരത്ത് നല്ല കാറ്റും വന്ന് റേഡിയോ സിഗ്നലും കട്ടാവുന്നു. പുറത്തെന്തോ നടക്കുന്നതും മുരളുന്നതുമായുള്ള ശബ്ദം മുമ്പ് കൂപ്പർ കേട്ട പോലെ. അത് ടെൻറ്റിനടുത്തേക്ക് എത്തി നിൽക്കുന്നതും നല്ല പ്രകാശമൊക്കെയായി ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ ജോർദൻ കൈ നീട്ടുന്നതും അപ്പുറത്തു നിന്നും എന്തോ ഒന്നും മെല്ലെ വരുന്നത് കാണുന്ന കൂപ്പർ പൊടുന്നനെ ജോർദൻ്റെ കൈ തട്ടി മാറ്റുന്നതും അത് അപ്രത്യക്ഷമാവുന്നു. എന്തായിരുന്നു? ഇതുവരെ മന്ദിച്ച് അവിടുന്ന് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഡാന ഇബ്രാഹിമൊത്ത് വർത്തമാനത്തിലാണ്. അയാളുടെ പ്രശ്നം വെയിനാണ്. വെയിനെ ഒന്ന് മെരുക്കിയെടുക്കാൻ എന്തേലും അഡ്വൈസിനായി ഡാനിക്കടുത്തേക്ക് എത്തുമ്പോൾ അവർക്ക് പറയാനുള്ളത് അദ്ദേഹം പുറമെ അങ്ങനെയൊക്കെ ആണേലും സിമ്പിളാണ്, മറ്റുള്ളവരെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് എന്നറിയിക്കുമ്പോൾ എന്നാൽ റിവൈവേഴ്സിനെ താഴ്ന്ന തരത്തിൽ ലീഡ് ചെയ്യുന്നതും എല്ലാവർക്കും ഒരു നോട്ടപ്പുള്ളി മാർക്ക് കൊടുക്കുന്നതും ഒന്നും ഒരു സഹായമാണെന്ന് ഇബ്രാഹിമിന് തോന്നുന്നില്ല. അതെന്തായാലും ശരിയല്ലെന്ന് യോജിച്ച് അച്ഛൻ്റെ കണ്ണിൽ അത് ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള സഹായമാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് കുട്ടികൾ തിരിച്ചു വന്ന് റൂമിലേക്ക് കയറുന്നത്. അവർ ആ കണ്ട കാര്യമൊന്നും ആരോടും പറയാതെ റൂമിൽ കയറുന്നതിന് പിറകെ ഡാന എത്തി കൂപ്പറിനോടും ജോർദനോടും സംസാരിച്ച് അവരുടെ ഗുഡ് നൈറ്റ് പറയുന്നു. ജോർദൻ്റെ കാര്യം നമ്മൾ മുമ്പ് കണ്ടതല്ലേ, അവളുടെ പാരൻസിന് വലിയ താല്പര്യമൊന്നുമില്ല. കൂപ്പറോടൊപ്പമെങ്കിലും കുറച്ച് സന്തോഷം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഡാന അവളുടെ ഉറക്കമില്ലായ്മയും മൂകാവസ്ഥയും ഒക്കെ മാറ്റി ഒന്ന് ചില്ലാക്കാൻ മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, നീ പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പുറത്തു വരുമ്പോൾ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ഇബ്രാഹിമിൻ്റെ സന്തോഷം. ഒരു റിവൈവറെ അകറ്റി നിർത്താതെ കൂടെ ചേർക്കുന്ന ആ ഒരു മെന്റാലിറ്റി മനസ്സിലാക്കി അടുത്ത ദിവസം ഡിന്നറിന് ക്ഷണിക്കുമ്പോൾ മേയറുടെ വൈഫായ ഡയാൻ ഡ്യൂട്ടിയിലുള്ള വെയിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അയാൾക്ക് ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു വിവരമായിട്ടാണ്.
വെയിൻ്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം മക്കളുടെ കാര്യത്തിലൊക്കെ ഹെൽപ്ഫുള്ളായിരുന്നു മേയർ കുടുംബം. ഇപ്പോൾ ചില ചർച്ചക്കുറവുകളുണ്ടെങ്കിലും ഡയൻ വന്നിട്ട് താനും ഒരു റിവൈവറാണെന്ന് പറയുന്നതോടെ വെയിന് ഞെട്ടലുണ്ടാകുമ്പോൾ അവർ ആത്മഹത്യ ചെയ്തായിരുന്നു എന്നത് മറ്റൊരു നോവും. റീവൈവലിലൂടെ മരണത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരാൾ. മേയറായ കെന്നിന് ഇതറിയാത്തത് കൊണ്ട് അവരുടെ പേര് റീവൈവൽ ലിസ്റ്റിൽ നിന്ന് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കാൻ അവരെത്തുമ്പോൾ വെയിന് പക്ഷേ അതിലെന്ത് തീരുമാനം എടുക്കണമെന്ന് അടുത്ത ടെൻഷനും. ഒരു മനസ്സുഖവുമില്ലാണ്ടിരിക്കുന്ന മാർത്ത വെയ്മറെ ഒന്ന് കാണാനായി പോകുന്നതിലും അയാൾ അവിടെ ഇല്ലാഞ്ഞ് നിത്യമുദ്ദ് സംസാരിക്കുന്നതിലൂടെ അവർക്കും ഇവളുടെ രഹസ്യം വെയ്മർ പറഞ്ഞതുവഴി അറിയാമെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ വേറെയും റിവൈവേഴ്സ് ഇതുപോലെ വരാറുണ്ടെന്നും അതേപോലെ ഇതും ഒരു സീക്രട്ട് ആയിരിക്കുമെന്നും പറഞ്ഞിട്ട് മാർത്തയുടെ വിഷമങ്ങളെക്കുറിച്ച് സംസാരിച്ച് അവളുടെ കുറ്റബോധത്തെക്കുറിച്ചും മറ്റും മനസ്സ് തുറക്കുമ്പോൾ ഡാന ബ്ലെയിൻ വഴി കിട്ടിയ ക്ലൂ വെച്ച് കാർ വാടകയ്ക്ക് കൊടുക്കുന്ന അലോൺസോ ഗരാജിലേക്ക് എത്തുന്നു. അന്ന് കാർ റെന്റിനെടുത്ത ആ ആളുടെ ഐഡി ചോദിക്കുമ്പോൾ അതില്ല. ഡെപ്പോസിറ്റ് തുക കുറച്ച് കൂടുതൽ കിട്ടിയുകൊണ്ട് അതൊരു പ്രശ്നമായി എടുത്തതുമില്ല. മാത്രമല്ല കുറച്ച് ഡയപ്പൊക്കെ ഇതുപോലെ അയാൾ നടത്താറുമുണ്ട്. ജെയിംസ് ആൻഡേഴ്സൺ എന്ന പേരിലാണ് പേയ്മെന്റ് നടത്തിയെന്ന വിവരം കിട്ടിയതെ തുടർന്ന് അവിടെ കിടപ്പുള്ള കാർ പരിശോധിക്കുന്നത് വഴി ഡാനിക്കൊരു പാർക്കിംഗ് റെസീറ്റും കിട്ടുന്നു. കൃത്യം ഡിസംബർ 18 വൈകുന്നേരം ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയതായുള്ള തുണ്ട്. രഹസ്യബന്ധത്തെക്കുറിച്ച് പറയാതെ നിത്യയുടെ മനസ്സ് തുറന്നപ്പോൾ മാർത്തയ്ക്ക് കുറച്ച് ആശ്വാസമുണ്ട്. അവൾ റോഡിയുടെ വക നല്ലൊരു മസാജൊക്കെ നടത്തിയങ്ങനെ കുറച്ച് റൊമാൻറ്റിക് ആവുന്നതും മാർത്തയ്ക്ക് വീണ്ടും മനസ്സിലേക്ക് എന്തൊക്കെയോ വരികയാണ്. ആ രാത്രി അവളെ പിന്നിൽ നിന്ന് ആരോ തുണിവെച്ച് മുഖം പൊത്തിപ്പിടിച്ച് വലിച്ചഴിച്ച് പാതി മയക്കത്തിലാക്കി കാറിൽ പോയതായി തോന്നുമ്പോൾ അത് ബ്ലെയിൻ്റെ കൈയായി തോന്നിയില്ല. കയ്യിൽ മുറിപ്പാടോ ടാറ്റോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ മോതിരം, അയാളുടെ കയ്യിലൊരു മോതിരമുണ്ടായിരുന്നു. മാർത്ത എഴുന്നേറ്റപ്പോൾ അവളുടെ വായിൽ നിന്ന് കിട്ടിയ മോതിരം റോഡിയെ കാണിക്കുമ്പോൾ അവനും തലപുകയുമ്പോൾ ടൗണിലെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ റിവേഴ്സിനെ സാധാരണക്കാരെ പോലെ ട്രീറ്റ് ചെയ്യുന്ന നല്ലൊരു ശതമാനം സമൂഹവും ചുറ്റുമുണ്ട്. ഒരു റവല്യൂഷൻ സ്റ്റൈൽ പിടിച്ചിരിക്കുന്ന ബ്ലെയിൻ്റെ സംഘം ഇതിനെയൊക്കെ നീരസത്തോടെയാണ് നോക്കി കാണുന്നത്. ജനറൽ ഹോസ്പിറ്റലിൽ എത്തുന്ന ഡാന രജിസ്റ്ററിൽ ജെയിംസ് ആൻഡേഴ്സൺ എന്ന പേര് കാണുന്നില്ലെങ്കിലും പാർക്കിംഗ് ടൈമിന് ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് നിത്യ വെയ്മർ വന്നിരിക്കുന്നതായി അറിയുന്നു. നിത്യയ്ക്ക് കീമോ സെഷൻ ആയതുകൊണ്ട് വന്നാൽ പിന്നെ പോകാൻ രാത്രി 12 മണിയോളമൊക്കെ ആവുമെന്ന് സ്റ്റാഫ് പറയുമ്പോൾ ഡാനയുടെ സംശയം പ്രൊഫസറിലേക്ക് നീങ്ങുവാണ്. ഈ കീമോ സെഷൻ മറയാക്കി അയാൾ നിത്യ ഡ്രോപ്പ് ചെയ്തിട്ട് ആ സമയം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടോ എന്നറിയാൻ അയാളുടെ ഓഫീസിലും വീട്ടിലും ചെന്ന് അങ്ങനെ ആൾ അൺഅവൈലബിൾ ആണെന്ന് കണ്ട് വെയ്മറിന് ഫോണിൽ വിളിച്ച് ഓഡിയോ സന്ദേശം അയക്കുന്നു. മാർത്തയും റോഡിയും സ്ഥലത്തെ പ്രധാന ഷോപ്പുകളിൽ കയറിയിറങ്ങി ഒരു ഷോപ്പിൽ ചെന്ന് ഇതുപോലുള്ള മോതിരം വേണമെന്ന് പറഞ്ഞു തുടങ്ങുന്നതിൽ നിന്നും അറിയുന്നത് ഇങ്ങനൊരു മോതിരം മുമ്പ് പോയത് ക്വാറന്റൈൻ സമയത്താണെന്ന്. കസ്റ്റമർക്ക് മോതിരം അധികം താമസിയാതെ തന്നെ കിട്ടണമെന്ന് ഡിസ്പ്ലേറ്റ് ആയിരുന്നതായും ഭാര്യയുടെ മോതിരമായിരുന്നു, അത് കളഞ്ഞു പോയെന്നറിയാതെ എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കണമെന്നും എത്ര പണം വേണമെങ്കിലും തരാമെന്നും മെയിൽ അയച്ചതെക്കുറിച്ചൊക്കെ പറയുന്നു. കടക്കാരൻ ഇയാളെ നേരിട്ട് കണ്ടിട്ടില്ല. പുറത്തെ മെയിൽ ബോക്സിൽ ഒരു കവറിലായി പണം കൊണ്ടിടുകയായിരുന്നു. മോതിരവും അതിൽ വെച്ചാണ് സെല്ലിംഗ് നടത്തിയത്. എന്നാൽ അയാൾക്ക് വന്ന മെയിൽ വഴി ഇവരറിയുന്ന പേരോ ജെയിംസ് ആൻഡേഴ്സൺ. ഡാനയും ഇതാരെന്നറിയാൻ നോക്കി നടക്കുന്ന ഇവൻ വെയ്മറിന്റെ ടീച്ചിങ് അസിസ്റ്റന്റ് ആണെന്നറിയാവുന്ന മാർത്തയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. അപ്പോൾ സത്യത്തിൽ ഇതിന്റെ പിന്നിൽ പ്രൊഫസർ വെയ്മർ തന്നെ ആയിരുന്നു എന്ന തിരിച്ചറിവിലും ദേഷ്യത്തിലും അവൾ ജ്വലിക്കുകയാണ്. കാരണം വളരെയധികം സ്നേഹിച്ച ആൾ തന്നെ കൊന്നുകളയാന്ന് വെച്ചാൽ എന്ത് മോശമാണ്. വെയ്മറിന് നല്ല ടെൻഷനുണ്ട്. വീട്ടിൽ കയറി മോഷണം നടത്തിയ ആരെന്നറിയാവുന്ന അയാൾ ഫോണിൽ വെച്ച് ചൂടാവുന്നത് ഞാൻ പെട്ട നീയും കൂടെ പെടുമെന്ന് പറഞ്ഞിട്ട്. ഇവർ തമ്മിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ വീട്ടിലോട്ട് കടന്ന് കയറിയത്, നിത്യയ്ക്കെതിരെ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയതിന് പിറകെ അന്ന് രാത്രി വീട്ടിൽ അയാൾ എന്തൊക്കെയോ ഫയലുകൾ കത്തിച്ച് ചാമ്പലാക്കുന്നു. നിത്യ വെപ്രാളം കണ്ട് കാര്യം തിരക്കുമ്പോൾ അയാളൊന്നും പറയുന്നുമില്ല. മാർത്തയുടെ ചിന്ത അപ്പാടെ മാറി വെയ്മറെ കണ്ടിട്ട് അവനോട് എന്തിനാ കൊന്നയെന്ന് ചോദിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റൊരിടത്ത് അന്തോണി ചെക്ക്. അയാളെ മറന്നിട്ടില്ലല്ലോ അല്ലേ. അയാൾ സഹോദരന്മാരെ വിളിച്ചിട്ട് അവരുടെ ബോസ് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നതായും എങ്ങനെയും ബോർഡർ കടന്ന് അവിടേക്ക് എത്താനുള്ള സെറ്റപ്പ് തയ്യാറാക്കാനും പറയുന്നു. ഒരു ഡിന്നർ ഓഫർ ചെയ്ത് ഇബ്രാഹിം കുട്ടപ്പനായി ഡാനയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത്രയും നാൾ യൂണിഫോമിൽ കണ്ട ആളെ ഒരു നല്ല ഡ്രസ്സിൽ കാണുമ്പോൾ ഒരു കുളിർമ. അങ്ങനെ അവർ ഒരു നല്ല ഈവനിങ് ചെലവഴിക്കാൻ ഇറങ്ങുമ്പോൾ ആ പെൺഡ്രൈവ് മീഡിയയ്ക്ക് കൊടുത്തത് അറിഞ്ഞിട്ടാകണം വെയ്മർ ആകെ ട്രബിൾഡായി ഒടുവിൽ വേറെ വഴിയില്ലാതെ ഡാനയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്തേക്ക് എത്താനും നടന്നതെല്ലാം പറയാമെന്നും പറഞ്ഞിട്ട്. ഈ മെസ്സേജ് കാണുന്നതോടെ ഡാനയ്ക്ക് പിന്നെ ഡിന്നറോ ഡേറ്റിങ്ങോ ഒന്നും മണ്ടയിലില്ല. ഇബ്രാഹിമിനോട് ആ പ്രദേശത്തേക്ക് പോകാൻ നിർദ്ദേശിക്കുമ്പോൾ മാർത്ത വെയ്മറെ പിന്തുടർന്ന് ആ കാട്ടുപ്രദേശത്തെത്തിയിട്ട് പിടികൂടി എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞല്ലറി കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നു. ഇന്നേരം ഡാന സ്ഥലത്തെത്തി ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കും കയ്യിലെടുത്ത് ഇബ്രാഹിമിനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് പോകുന്നിടത്ത് മാർത്ത പിടിച്ച് ഞെരിക്കുന്നതും അവൾക്ക് ഇത്ര ശക്തി എങ്ങനെ വന്നെന്ന അത്ഭുതത്തിൽ പിടിവിടുന്നു. വെയ്മർ മാർത്തയോട് അന്ന് പാലത്തിൽ വെച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയെന്നത് സത്യമാണെന്നും പക്ഷേ ഒരിക്കലും നിന്നെ കൊന്നിട്ടില്ലെന്നും പറഞ്ഞ് മാപ്പ് ചോദിച്ചു തുടങ്ങുന്നതും അയാളെ ആരോ ഷൂട്ട് ചെയ്യുന്നു. ആരോ അടുത്തു തന്നെ മറഞ്ഞു നിന്നുകൊണ്ട് വെടിവെച്ചപ്പോൾ കൃത്യമായി നെഞ്ചിൽ തറച്ചു കയറുന്നതോടെ നിമിഷങ്ങൾക്കുള്ളിൽ വെയ്മർ മാർത്തയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു തീരുന്നതിന് പിന്നാലെ തോക്കുമായി എത്തുന്ന ഡാന ഇത് കണ്ട് പരിഭ്രാന്തിയിൽ മാർത്തയോട് എന്താ നീ ചെയ്തതെന്ന് ചോദിക്കുന്നതും അടുത്ത ഗൺഷോട്ട്. എന്നാൽ ആ വെടി കൊണ്ടിരിക്കുന്നത് ഡാനയുടെ വയറ്റിലും. അവരവശ്യമാകുന്നത് കണ്ട് കരഞ്ഞു പിടിച്ചു കിടത്തുന്ന മാർത്തയും പതിയെ കണ്ണടഞ്ഞു പോകുന്ന ഡാനയും.
ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തിലൂടെയാണ് റീവൈവലിൻ്റെ ഈ എപ്പിസോഡ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതുവരെ ആരെന്ന് കാണിച്ചിട്ടില്ലാത്ത ജെയിംസ് ആൻഡേഴ്സൺ തുടക്കത്തിലെ ആ മോഷ്ടാവാകാനാണ് ചാൻസ്. മരിച്ചു ചിത കൊളുത്തിയപ്പോൾ ചാടിയിറങ്ങിയ അയാളും വെയ്മറുമായിട്ടുള്ള ലിങ്ക് എന്താണ്? ഇനി അയാളാണ് മാർത്തയുടെ കില്ലറെങ്കിൽ എന്തിന്? വെയ്മറുടെ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമാണോ ഈ റിവൈവൽ? എല്ലാറ്റിലുപരി ഡാനയുടെ അധ്യായം ഇവിടെ തീരാൻ പോവുകയാണോ? നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ ഇനി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.